മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള, ഒപ്പം കുസാറ്റ് പരിസ്ഥിതി വിഭാഗം പ്രൊഫസർ ഓഫ് എമിറേറ്റ്സ് കപ്പൽ ഓഫ് എമിറേറ്റ്സ് ഡോക്ടർ G. മധു എന്നിവർ നമുക്കൊപ്പമുണ്ട്. ശ്രീ NS പിള്ള, താങ്കൾക്ക് കേൾക്കാമോ? ഞാൻ ഓക്കെ സർ, മത്സ്യത്തൊഴിലാളികൾക്ക് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പരിസ്ഥിതി ദൂഷ്യങ്ങൾക്ക് പുറമെയാണിത്. കപ്പൽ സുരക്ഷിതമായി മാറ്റുന്നതും തുടർ നടപടികളും ഒക്കെ സംബന്ധിച്ച നീക്കം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അപ്പോൾ അതിനകത്ത് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും സാൽവേജേഴ്സും വളരെ എന്താ പറയുക, വളരെ കൺസേർട്ടഡ് എഫേർട്സ് എടുത്തുകൊണ്ട് ആ ഫ്ലെയിം അല്ലെങ്കിൽ അതിൻ്റെ തീ അണയ്ക്കാൻ ശ്രമം നടക്കുകയാണ്. കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി തീവ്ര ശ്രമം നടക്കുന്നു. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ലേറ്റസ്റ്റായിട്ട് കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് കുറച്ചൊക്കെ ഒരു തീ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചില എന്താ പറയുക ഈ കൺഫേം അല്ലാത്ത ന്യൂസുകളും വരുന്നുണ്ട്. പിന്നെ കൂടുതൽ വെസലുകൾ, ടഗുകൾ, ഈ സാൽവേജേഴ്സിൻ്റെ ഈ ഷിപ്പറൊക്കെ എടുക്കുന്ന പ്രൊഫഷണൽസാണ്, ഇൻ്റർനാഷണൽ പ്രൊഫഷണൽസാണ്. അവരുടെ കൂടുതൽ ടഗുകളും മറ്റ് എക്യുപ്മെൻറ്റ്സും ഒക്കെ ഈ സൈറ്റുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ആ തീ കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ, ഒരു പക്ഷേ ഈ കപ്പൽ ടോ ചെയ്ത് കരയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുമോ, അതല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കണ്ടെയ്നർ റിട്രീവ് ചെയ്ത് മറ്റേതെങ്കിലും വെസലുകളിൽ കൊണ്ടുപോകാൻ കഴിയുമോ, അതൊക്കെ നടക്കണമെങ്കിൽ തീ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രണ വിധേയമാക്കണം. അതിനുള്ള പരിശ്രമമാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നിരന്തരമായി കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ MSc എൽസയെ കുറിച്ച് കൂടി ചോദിക്കുകയാണ്. നിലവിലെ ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് MSc എൽസയ്ക്കെതിരെ കേസെടുത്തു, ഈ വിഷയത്തിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് കൂടി ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. അതിപ്പോൾ സ്വാഭാവികമായിട്ട് കോസ്റ്റൽ പോലീസിൻ്റെ ജൂറിസ്ഡിക്ഷന് വരുന്ന സ്ഥലം എന്നുള്ള നിലയിൽ അവർ FIR ഇട്ട് കേസെടുത്തതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിൽ ഒഫൻസ് വെച്ചിട്ട് കേസെടുത്തിട്ടുള്ളതാണോ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഈ നിങ്ങളുടെ ചർച്ച ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ അങ്ങനെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമവശം, അതായത് നമുക്ക് ഈ ഇന്ത്യയിൽ 2017 പാർലമെന്റ് പാസ്സാക്കിയ അഡ്മിറാലിറ്റി ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് കേരള ഹൈക്കോർട്ടിന് ഏതാണ്ട് മിനിമം ടെറിട്ടോറിയൽ വാട്ടേഴ്സായ 12 നോട്ടിക്കൽ മൈൽസ് വരെ ഏത് തരത്തിലുള്ള ഷിപ്പ് അപകടങ്ങൾ ഉണ്ടായാലും അതിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാനും കേസ് കൈകാര്യം ചെയ്യാനും ക്ലെയിമുകളും അറസ്റ്റും അങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്. ഹൈക്കോർട്ടുകൾക്ക് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ഈ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ എററോ, എന്താ പറയുക, അപ്പാതിയോ അല്ലെങ്കിൽ ലെത്താർജിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൻ്റെ വിശദാംശം അറിയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കേസിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ശ്രീ ഡോക്ടർ G. മധുവിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ മധു, കപ്പൽ കമ്പനിക്ക് ഏത് തരത്തിലുള്ള നിയമ നടപടിയായിരിക്കും എതിരെയായിരിക്കും സ്വീകരിക്കുക ഈ ഘട്ടത്തിൽ? വാൻഹയുടെ കാര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. നിയമങ്ങള് ഇതിപ്പോ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ചാണല്ലോ ഈ കപ്പലുകളെല്ലാം നമ്മുടെ സമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പം ഈ ഇന്റർനാഷണൽ മാരിടൈം ലോസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മാരിടൈം നിയമങ്ങളും, അത് ഇന്റർനാഷണൽ നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോ ഈ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ആയിരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതില് ഈ ഒരു കപ്പലില് അപകടകാരികളായിട്ടുള്ള രാസവസ്തുക്കള് ധാരാളം കണ്ടെയ്നറുകളിലായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോ ആ രാസവസ്തുക്കള് കടലിൽ കലരുന്നത് മൂലം അത് പരിസ്ഥിതിക്കും അതുപോലെ തന്നെ മനുഷ്യനും എല്ലാം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, മനുഷ്യനിലും അതുപോലെ പരിസ്ഥിതിയിലും ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ അത് കണക്കിലെടുത്തായിരിക്കാം നിയമ നടപടികളിലേക്ക് പോവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ MSc എൽസ 3 അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് കപ്പലുടമയെ 1-ാം പ്രതിയാക്കി കേസെടുക്കുന്നു, ഷിപ്പ് മാസ്റ്ററും ക്രൂവും ഒക്കെ പ്രതിപട്ടികയിലുണ്ട്.
ആ ഒരു എനിക്ക് തോന്നുന്നു താങ്കളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഇത് കേട്ടത്. പിന്നെ എനിക്ക് ഈ മാരിടൈം നിയമങ്ങളെ കുറിച്ച് ഒരു ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഒരു പരിസ്ഥിതി ശാസ്ത്ര എഞ്ചിനീയറിംഗ് അതെ അതെ രംഗത്ത് അതെ അതെ, പ്രവർത്തിക്കുന്ന തീർച്ചയായും. വ്യക്തിയായതുകൊണ്ട് അതോടൊപ്പം ചോദിക്കുകയാണ്, ഈ കപ്പൽ അപകടം നടന്ന പ്രദേശത്ത് മത്സ്യബന്ധന സാധ്യത നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച നടപടികളൊക്കെ ഇനി എങ്ങനെയായിരിക്കും? അത് ഏതായാലും ആദ്യം തീ കെടുത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. അപ്പോ അങ്ങനെ ആ തീയെല്ലാം കെടുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നഷ്ടപരിഹാരം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളിലേക്ക് കിടക്കുകയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. അതെ തീർച്ചയായിട്ടും ഇതുകൊണ്ടുള്ള ഇപ്പം ഇത്രയും ദിവസമായിട്ട്, ഏതാണ്ട് 2-3 ദിവസമായിട്ട് ഈ ഒരു പ്രശ്നം നേരിടുകയാണ്. അത് മത്സ്യബന്ധനത്തെയൊക്കെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോ അതെങ്ങനെയാണ് അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിനൊക്കെ അതിനുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തീർച്ചയായും നഷ്ടപരിഹാരത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. അതെ, താങ്കൾ തുടരുക. ശ്രീ NS പിള്ള, ഇതേ ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. പ്രദേശത്ത് മത്സ്യബന്ധന സാധ്യത നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിരവധി രീതിയിലായിരിക്കും ഈ മത്സ്യബന്ധന തൊഴിലാളികൾ ഈ ഒരു വിഷയത്തിൽ നഷ്ടം നേരിടുന്നത്. ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച നടപടികളൊക്കെ ഇനി എങ്ങനെയായിരിക്കും? അതായത് എല്ലാ ചരക്ക് കപ്പൽ കമ്പനികളും അവർ ഈ ഗതാഗതത്തിൽ ഉണ്ടാകാവുന്ന പലതരം അപകടങ്ങൾക്കെതിരെ വിവിധ തരം ഇൻഷുറൻസ്, ഇന്റർനാഷണൽ മാരിടൈം സെക്ടറിൽ ഇൻഷുറൻസ് ഉണ്ട്. അതിലൊരു ഇൻഷുറൻസ് ഹൾ ആൻഡ് മെഷീനറി ഇൻഷുറൻസ് എന്ന് പറയും. കപ്പലിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ച് കപ്പലിന് നഷ്ടം സംഭവിച്ചാൽ അത് കവർ ചെയ്യാനാണ് ഹൾ ആൻഡ് മെഷീനറി ഇൻഷുറൻസ്. എന്നാൽ മനുഷ്യജീവനോ മനുഷ്യൻ്റെ സമ്പത്തിനോ സ്വത്തിനോ പരിസ്ഥിതിക്കോ മറ്റേത് തരത്തിലുള്ള നഷ്ടമുണ്ടായാലും ആ നഷ്ടം കവർ ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡംനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട്, പോളിസിയുണ്ട്. ആ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഷുറൻസ് എല്ലാ കപ്പൽ കമ്പനിയും, ഈ 2 കപ്പൽ കമ്പനി ഇന്ന് അപകടപ്പെട്ടിരിക്കുന്ന 2 കമ്പനികൾക്കും PI ഇൻഷുറൻസ് ഉണ്ട്. ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ചയായിട്ട് നടന്നു വരുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ഈ പറയുന്ന PI ക്ലബ്ബ് അഥവാ ഈ ഇൻഷുറൻസ് കമ്പനികളുടെ ഏജന്റുകൾ കൂടി പങ്കെടുത്താണ് മീറ്റിംഗ് നടക്കുക. അപ്പോൾ പ്രശ്നം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവനോപാധി അല്ലെങ്കിൽ എന്താ പറയുക, ഫിഷിംഗ് നടക്കാത്തതുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങൾ എത്രയുണ്ടോ അത് കൃത്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ ഒരു അസസ്മെൻറ്റ് വിവിധ ഏജൻസികളുടെ സഹായത്തോടു കൂടി കണക്ക് കൂട്ടി ആ നഷ്ടം എത്രയാണോ അതൊരു ക്ലെയിമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കപ്പൽ കമ്പനി വഴി നേരിട്ടോ അല്ലെങ്കിൽ PI ഇൻഷുറൻസ് വഴിയോ അല്ലെങ്കിൽ DG ഷിപ്പിംഗ് വഴിയോ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതും ആ ക്ലെയിം മേടിച്ചെടുക്കാവുന്നതുമാണ്. അങ്ങനെ മേടിച്ചെടുക്കുമ്പോൾ ഒരുപക്ഷെ ലിറ്റിഗേഷനോ പ്രശ്നങ്ങളോ കാര്യമോ ഉണ്ടായാൽ അഡ്മിറാലിറ്റി ആക്ട് അനുസരിച്ച് സ്വാഭാവികമായിട്ട് ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഹൈക്കോർട്ടുകൾ ഇത്തരം ക്ലെയിമുകൾക്കെല്ലാം ബന്ധപ്പെട്ട കേസുകൾ കേൾക്കുകയും അതിൻ്റെ ഓരോന്നിൻ്റെയും നിയമവശവും മെറിറ്റും അനുസരിച്ച് ഉചിതമായ തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം PIയിലേക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ തീ എത്രയും പെട്ടെന്ന് അണയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മനുഷ്യജീവൻ 4 പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരതിനകത്തുണ്ടോ, ഇനി കുടുങ്ങി കിടപ്പുണ്ടോ ഇല്ലയോ ആർക്കും അറിയില്ല. അപ്പോൾ ആ ജീവൻ രക്ഷിക്കുക, അത് കഴിഞ്ഞിട്ട് തീ അണയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കണ്ടെയ്നറുകൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കപ്പലുകളുടെ ഗതാഗതത്തെ തടസ്സപ്പെടുത്താതിരിക്കുക. അതേപോലെ ഇത് ഡ്രിഫ്റ്റ് ചെയ്ത് കരയ്ക്കടിഞ്ഞ് പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ തീരസമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. അങ്ങനെ പല പല വെല്ലുവിളികളാണ്. ഇതേത് വെല്ലുവിളികളെയും നമുക്ക് നേരിടണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഈ കപ്പലിലെ തീ അണയ്ക്കുക എന്നുള്ള വലിയ ചലഞ്ചാണ്. അതാണിപ്പോൾ എല്ലാ ഏജൻസികളും സംയുക്തമായി ഇന്റർനാഷണലായിട്ട് ഏജൻസികൾ സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വളരെ വലിയ വൈദഗ്ധ്യമുള്ള ആളുകളെയൊക്കെ ഈ പറയുന്ന കപ്പൽ കമ്പനി അത്യാവശ്യം കോണ്ടാക്ട് ചെയ്ത് ഇനിയും എന്ന് വെച്ചാൽ ഇതായിട്ട് 1754 കണ്ടെയ്നർ ഉണ്ട്. അതൊന്നും പെട്ടെന്നൊന്നും ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും തീ പിടിച്ച് തീരത്തുമില്ല. ഇത് മുങ്ങാതിരുന്നാൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുക. ഇത് മുങ്ങിയൊന്നും പോകാതിരുന്നാൽ ഈ ചെറിയ തീ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ എങ്കിൽ ഇത് കൂടുതൽ മറ്റ് ഇന്ധന ടാങ്കുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പടരാതിരിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വിദഗ്ധരടങ്ങുന്ന സംഭവം സ്പെയിനിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ ആളുകൾ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസികൾ ഫയർ ഫൈറ്റിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ വന്ന് ഇത് തീ അണച്ചു കഴിഞ്ഞിട്ട് വലിയ പവർഫുൾ ആയിട്ടുള്ള ടങ്കുകളുടെ സഹായത്തോടു കൂടി ഈ കപ്പലിനെ ടോ ചെയ്ത് യുക്തമായ ഏതെങ്കിലും പോർട്ടിലേക്ക് അടുപ്പിച്ച് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. കണ്ടെയ്നറുകളൊന്നും കടലിൽ പോകാതെ മുങ്ങാതെ പൊട്ടാതെ നശിപ്പിക്കാൻ കഴിയും.
പക്ഷെ അതെല്ലാം ഇതൊരു കണ്ടിൻജൻസിയാണ്, അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷേ അതൊക്കെ തരത്തിൽ ചെയ്യുന്നതിന് ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ ഉണ്ട്, എന്താ പറയുക, ഇതിനെല്ലാം നിയമങ്ങളുണ്ട്, ഇതിനെല്ലാം ഏജൻസികളുണ്ട്, ഇതിനൊക്കെ വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട്. അവരുടെ കൂട്ടായ ശ്രമത്തിൽ നിന്ന് നമുക്കിത് തീ അണയ്ക്കാൻ കഴിഞ്ഞാൽ ബാക്കി നടപടികൾ എളുപ്പമാകുമെന്ന് ഞാൻ ധരിക്കുക. സ്വാഭാവികമായിട്ടും ഇവിടെ ചോദ്യം മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ PI എന്ന് പറയുന്ന, അഥവാ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡംനിറ്റി എന്ന് പറയുന്ന ഇൻഷുറൻസ് ക്ലെയിം അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന് യുക്തമായ ക്ലെയിം ആവശ്യപ്പെടാവുന്നതാണ്. മധു, ഈ മാരകമായ രാസവസ്തുക്കൾ വലിയ തോതിൽ സംഭരിച്ചിട്ടാണ് ഈ കപ്പൽ യാത്ര ആരംഭിച്ചത് തന്നെ. അത് കടലിൽ വീഴുമ്പോൾ അപകടകരമായ സാഹചര്യവുമുണ്ട്. ഇത് എങ്ങനെയാണ് നേരിടേണ്ടത്? ഇപ്പോ പിള്ള സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ കപ്പലില് തീ നമുക്ക് കഴിയുന്നത്ര വേഗത്തിൽ അണയ്ക്കാൻ കഴിയുകയും അതുപോലെ ഈ കപ്പല് മുങ്ങിപ്പോകാതെ ചരിയാതെ ഇരിക്കുകയും ചെയ്താൽ ഈ കണ്ടെയ്നറുകൾ കടലില് വീഴുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ കണ്ടെയ്നറുകളിൽ അപകടകാരികളായിട്ടുള്ള 6 തരം രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ള മാനിഫെസ്റ്റ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ഹസാഡസ് സബ്സ്റ്റൻസസ്, അപകടകാരികളായിട്ടുള്ള വസ്തുക്കളുടെ 9 കാറ്റഗറിയാണുള്ളത്. അതിൽ ഏതാണ്ട് ഒരു 6 കാറ്റഗറിയിൽപ്പെട്ട രാസവസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. അപ്പോ ഇതില് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് പെട്രോ കെമിക്കൽ രാസവസ്തുക്കളുണ്ട്, കീടനാശിനികളുണ്ട്, റെസിനുകളുണ്ട്, അതുപോലെ തന്നെ ചില പ്ലാസ്റ്റിക് ബീഡുകൾ പോലെയൊക്കെയുള്ള പദാർത്ഥങ്ങൾ, അതുപോലെ പ്രിന്റിങ്, അച്ചടി മഷി, അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതില് ഈ പല വസ്തുക്കളും എളുപ്പത്തിൽ തീപിടിക്കുന്നതുമാണ്. ഇപ്പൊ പെട്രോ കെമിക്കൽ രാസവസ്തുക്കള്, ഈ പെട്രോളിയം രാസവസ്തുക്കൾ പെട്ടെന്ന് തീപിടിക്കുന്ന രാസവസ്തുക്കളാണ്. അതുപോലെ തന്നെ ഈ കീടനാശിനി പോലെയും ഇതും പല പെട്രോ കെമിക്കലുകളും മനുഷ്യന്റെ ആരോഗ്യത്തെ, അതുപോലെ ജലജീവികളുടെയും മനുഷ്യന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്ന രാസവസ്തുക്കളാണ്. അപ്പം ഈ കണ്ടെയ്നറുകള് മുങ്ങിപ്പോയി അത് തുറന്ന് ഈ രാസവസ്തുക്കളെ കടലിൽ കലരുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക. പിന്നെ എങ്കിലും ഇതില് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വലിയ ഒരു വ്യാപ്തം വെള്ളത്തിലേക്കാണ് ഈ രാസവസ്തുക്കൾ കലരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ആ കപ്പലിന് ചുറ്റുമുള്ള പ്രദേശത്തായിരിക്കാം കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാവുക. അവിടെയുള്ള മത്സ്യബന്ധനത്തെയും മറ്റും അത് ബാധിക്കും. പിന്നെ നമുക്ക് ഉണ്ടാകാവുന്നത് ഇതിന്റെ എല്ലാം ദൂരവ്യാപകമായിട്ടുള്ള കുറച്ച് ലോങ് ടൈം ഇഫക്ട്സ്. കാരണം ഈ രാസവസ്തുക്കള് കടലിൽ കലർന്ന് അത് പെട്ടെന്ന് അത് ഡൈലൂട്ട് ചെയ്ത് പോവും. കാരണം കടലിലെ വേലിയിറക്കവും വേലിയിറക്കവും അതുപോലെ തന്നെ അവിടുത്തെ അടിയൊഴുക്കുകളും നമ്മുടെ തിരമാലകളും എല്ലാം ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു ഡൈലൂഷൻ നടക്കും. എങ്കിൽ പോലും ഇതിനെക്കുറിച്ചുള്ള ഈ തീയൊക്കെ അണച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നത് നല്ലതായിരിക്കും. ഇത്തരം ആഘാതങ്ങളെ കുറിച്ച് എന്തെല്ലാം ആഘാതങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഓരോ രാസവസ്തുവിനും, ഇപ്പൊ രാസവസ്തുക്കൾ പലതും അത് ജലജീവികളെ ബാധിക്കും. അതുപോലെ തന്നെ ഈ ജലജീവികൾ വഴി അത് മനുഷ്യനിൽ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത, മത്സ്യം വഴിയൊക്കെ മനുഷ്യനിൽ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആഘാത പഠനം ഈ എമർജൻസി, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ തീർന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടെ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. ശ്രീ ജി മധു, മാരകമായ രാസവസ്തുക്കൾ വലിയ തോതിൽ സംഭരിച്ചാണ് ഈ കപ്പൽ യാത്ര തുടങ്ങിയത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപകടകരമായ സാഹചര്യം നിലവിലുണ്ട് താനും. ഇതെങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞു. എന്തൊക്കെ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകാം? അതും ഈ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതില് സ്വാഭാവികമായിട്ടും ഈ രാസവസ്തുക്കള് നമുക്ക് കണ്ടെയ്നറുകൾ സാൽവേജ് ചെയ്ത് അത് വീണ്ടെടുത്ത് കരയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു വലിയ അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എങ്കിലും ഇത് രാസവസ്തുക്കൾ കടലിലെ വെള്ളത്തില് കലരുന്ന അവസ്ഥ ഉണ്ടായാൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാസപദാർത്ഥങ്ങൾ, ഇപ്പം ഉദാഹരണമായിട്ട് ഇതില് ഉള്ള ചില പദാർത്ഥങ്ങൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോബ്രോമിക് ആസിഡ് എന്ന് പറയുന്നത് അതൊരു മിനറൽ ആസിഡ് ആണ്. അത് നമ്മള് ഈ പെട്ടെന്ന് കൊറോസീവ് ആയിട്ടുള്ള ഒരു പദാർത്ഥമായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ത്വക്കിലൊക്കെ
ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ആസിഡാണ്. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് ഇത് ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ കണ്ണിനെയും ശ്വാസകോശത്തെയും അതുപോലെ വൃക്ക, കരൾ എന്നിവയെല്ലാം ഇത് ബാധിക്കാം എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിലെ പാരാഫോർമാൽഡിഹൈഡ് എന്ന അതിന്റെ ഫോർമാൽഡിഹൈഡിന്റെ ഒരു പോളിമറിക് രൂപമാണ്. അത് ത്വക്കില് അലർജി ഉണ്ടാക്കാം. അതുപോലെ ആൽക്കഹോൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. കുറെ കണ്ടെയ്നറുകളിൽ ആൽക്കഹോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൽക്കഹോളുകൾ കടൽ വെള്ളത്തിൽ കലരുകയാണെങ്കിൽ അത് കടലിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാം. അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെയും ബാധിക്കാം. അതുപോലെ സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ചാർക്കോൾ മിശ്രിതം ഇതെല്ലാം പടക്കങ്ങളിലും മറ്റും ഉപയോഗിക്കാറുണ്ട്. അത് എക്സ്പ്ലോസീവ് കൂടെയാണ്. അത് ത്വക്കിന് ദോഷകരമായിട്ടുള്ള പദാർത്ഥമാണ്. പിന്നീടുള്ള മീഥൈൽ മെത്താക്രിലേറ്റ് എന്നുള്ള ഒരു പോളിമറിക് ഒരു സംയുക്തം അതിൽ അടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ കണ്ടെയ്നറുകളിലുണ്ട്. അത് പെട്ടെന്ന് തീപിടിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് ശ്വാസം മുട്ടലിനും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കാം. അതുപോലെ ഡൈ എത്തിലീൻ ട്രയാമിൻ, അത് റെസിനുകളും അതുപോലെ തന്നെ പശകളും ഒക്കെ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അത് കണ്ണിന് അമോണിയയുടെ ഗന്ധമുള്ള ഒരു പദാർത്ഥമാണ്. രൂക്ഷമായ ഒരു ഗന്ധമുള്ള ഒരു പദാർത്ഥമാണ്. അത് കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കാം. അതുപോലെ ശ്വസനത്തെയൊക്കെ ബാധിക്കാവുന്നതാണ്. പിന്നെ അതിലെ ട്രൈക്ലോറോ ബെൻസീൻ എന്ന അത് കീടനാശിനികളുടെ ഗണത്തിൽ പെട്ടതാണ്. ട്രൈക്ലോറോ ബെൻസീനുകൾ അത് വളരെയധികം വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു രാസവസ്തുവാണ്. അത് വെള്ളത്തിൽ കലർന്ന് അത് ജീവികളിലൊക്കെ എത്തുവാണെങ്കിൽ, മനുഷ്യനിൽ എത്തുമ്പോൾ അത് വൃക്ക, കരൾ മുതലായവയുടെ പ്രവർത്തനത്തെ ബാധിക്കും. അതൊരു ക്ലോറോ അനിലിൻ എന്ന അതും ഈ പല രാസവസ്തുക്കളുടെയും അതുപോലെ മരുന്നുകളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ്. ഇതിനെല്ലാം അതുപോലെ ട്രൈനൈട്രോട്ടൊളുവിൻ എന്നുള്ള എക്സ്പ്ലോസീവ് അതും കണ്ടെയ്നറുകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം ഈ രാസവസ്തുക്കൾക്കെല്ലാം ഇതിന്റെ പെട്ടെന്ന് തീപിടിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ഫോടനങ്ങൾ ഉണ്ടാവാം. ഇത് വലിയ ഇത് കത്തുകയാണെങ്കിൽ ദിവസങ്ങളോളം കപ്പൽ നമുക്ക് തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാം. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് വെള്ളത്തിൽ കലർന്ന് നമ്മളെ മത്സ്യങ്ങളിലൂടെയും മറ്റ് ജലജീവികളിലൂടെയൊക്കെ മനുഷ്യനിൽ എത്തുമ്പോഴാണ് അതിന് കുറെ കാലം എടുക്കാം. അത് നമ്മുടെ ഈ ഭക്ഷ്യ ശൃംഖലയിലൂടെയാണ് അത് മനുഷ്യനിലേക്ക് വരാവുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഇതിന് ഒരു കാര്യം ചെയ്യാവുന്നത്, നമുക്ക് വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാം. എനിക്ക് തോന്നുന്നത് അതിനുള്ള ഇപ്പൊ അടുത്തേക്ക് പോകുന്നതിന് തടസ്സമുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം. അവിടെ പോയിട്ട് വെള്ളത്തിന്റെ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഇപ്പം രാസവസ്തുക്കൾ കണ്ടെയ്നറിൽ നിന്നൊന്നും കലർന്നതായിട്ട് റിപ്പോർട്ടുകളില്ല. എങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ്, ജലത്തിന്റെ ഗുണനിലവാര പരിശോധന, അത് ഇതിന് ചുറ്റുപാടുമുള്ള ഒരു വലിയ പ്രദേശത്തും അതുപോലെ കരയിലുമെല്ലാം നമ്മൾക്ക് നടത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. ഇതാണ് ഈ രാസവസ്തു. അതെ, കരയില് ഈ രാസവസ്തുക്കൾ എത്തുകയാണെങ്കിൽ, കാരണം എത്തുന്നതിനൊക്കെ സമയമെടുക്കാം. അപ്പൊ അത് എങ്ങനെ എത്തും എന്ന് നമുക്ക് പ്രവചിക്കുന്ന അത്ര എളുപ്പമല്ല. എങ്കിലും ഈ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള ഇൻകോയിസ് എന്നൊക്കെയുള്ള സംഘടനയ്ക്ക് അവർക്ക് ഇതെല്ലാം പ്രവചിക്കുന്നതിനുള്ള ചില മാത്തമാറ്റിക്കൽ മോഡൽസും സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കടലിലെ ജലത്തിന്റെ പ്രവാഹവും അതെല്ലാം നോക്കിയിട്ട് ഈ രാസവസ്തുക്കൾ കടലിൽ കലരുകയാണെങ്കിൽ അത് കരയിൽ എത്തുന്നതിനുള്ള സാധ്യത എത്രയാണെന്നൊക്കെ നിർണയിക്കുന്നതിനുള്ള ചില മാത്തമാറ്റിക്കൽ മോഡലുകളെല്ലാം അത്തരം സ്ഥാപനങ്ങൾ, അപ്പൊ അവരുടെ എല്ലാം സഹായത്തോടെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. അത് കരയില് അതുപോലെ തന്നെ ഇത് കടലിൽ എത്രത്തോളം പ്രദേശത്ത് ഇത് പരക്കാം ഒരു കീടനാശിനി, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അതെല്ലാം കൃത്യമായിട്ട് പ്രവചിക്കുക അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥ സംജാതമായാൽ ഈ കണ്ടെയ്നറുകൾ മുങ്ങി ഈ രാസവസ്തുക്കളെ വെള്ളത്തിൽ കലരുന്ന അവസ്ഥ വന്നാൽ അങ്ങനെയുള്ള പഠനങ്ങളും കൂടെ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. അതായത് കരയിലും വെള്ളത്തിലും ഒക്കെ ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ. ഇത് നമുക്ക് ഇതിപ്പോ സംഭവിച്ചു പോയ കാര്യമാണ്. ഇത് ഇനി എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും? അതൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്. നമുക്ക് ഏതായാലും നമുക്കൊരു വലിയ ഒരു നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, കടലിലാണ് ഇത് കലരുന്നത്.
അതുകൊണ്ട് ഇതിന്റെ പ്രത്യാഘാതം ഇത്രയും വലിയ പരന്നു കിടക്കുന്ന കടലിലെ ഇത്രയും വലിയ വ്യാപ്തത്തിലുള്ള വെള്ളത്തില് ഇത് കലരുന്നത് കൊണ്ട് അതിന്റെ ആ പുറത്തു വരുന്ന നമ്മളിപ്പോ കോൺസെൻട്രേഷൻ, അതിന്റെ ഗാഠത നമ്മൾ നിർണ്ണയിക്കുമ്പോൾ അത് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രത്യാഘാതങ്ങള് ഒരു ഒരു വലിയ ഒരു ഗൗരവമായ അവസ്ഥയിലേക്ക് കടലിലും കരയിലും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും അതുപോലെ മത്സ്യത്തിലൊക്കെ അത് പ്രവേശിച്ചാൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാവാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് മത്സ്യസമ്പത്തിനെയും ജീവിതോപാധിയെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു സിറ്റുവേഷനെയൊക്കെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അത് നമുക്കൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം തുടർച്ചയായി ഉണ്ടാവുന്ന ഇത്തരം കപ്പൽ അപകടങ്ങള് നമ്മുടെ മത്സ്യ സമ്പത്തിനെ ബാധിക്കുന്നു. അത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവനോപാധിയെ ബാധിക്കുന്നു. അതൊരു വളരെ ഗൗരവമായ പ്രശ്നമാണ്. ഇതിനുള്ള ഒരു പരിഹാര മാർഗം ഇനിയെല്ലാം ഈ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുക, ഈ അന്താരാഷ്ട്ര മാരിടൈം നിയമങ്ങളെല്ലാം കൂടുതൽ കർശനമാക്കുക. അതുപോലെ തന്നെ ഇത്തരം രാസവസ്തുക്കൾ കൊണ്ടുപോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനും ഒക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഇപ്പൊ ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിന്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള മെർക്കന്റൈൽ മാരിടൈം ബോർഡ് അങ്ങനെയൊക്കെയുള്ള അതിന്റെ കീഴിലൊക്കെ അവരെല്ലാം അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അതെല്ലാം കുറെ കൂടെ ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പെട്ടെന്ന് തന്നെ ഈ കപ്പലുകൾ നമ്മുടെ ഒരു രാജ്യത്തിന്റെ പുറംകടലിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഈ കപ്പലുകളിലുള്ള രാസവസ്തുക്കൾ ഏതാണ് എന്നുള്ളത് അത് ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സംസ്ഥാനങ്ങൾക്കും കൂടെ ആ വിവരം പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതുമൊക്കെ ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ എടുക്കുന്നതിന് സഹായകമാകുമെന്ന് തോന്നുന്നു. ഐസൻ ജോസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൻ, MSC എൽസ 3 അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ ക്രൂവിനെയും ഷിപ്പ് മാസ്റ്ററിനെയും ഒക്കെ ഈ കേസിൽ പ്രതിയാക്കിയിട്ടുമുണ്ട്. മന്ത്രി വാസവൻ പറഞ്ഞിരുന്നത് കേന്ദ്രമാണ് ഈ വിഷയത്തിൽ കേസ് എടുക്കേണ്ടത്, പോലീസ് അല്ല എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ കോസ്റ്റൽ പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കേസും നിലവിലത്തെ സാഹചര്യവും നമുക്ക് എങ്ങനെ കോർത്ത് പറയാം? തീർച്ചയായും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് തീരത്ത് വരുത്തിയിരിക്കുന്ന നാശനഷ്ടം, അതായത് സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയുള്ള തീരത്ത് വരുത്തിയിരിക്കുന്ന നാശനഷ്ടവും മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരപ്രദേശങ്ങളിലുണ്ടായ പ്രശ്നം, അത് തീരത്തുണ്ടാക്കിയ ആഘാതം സംബന്ധിച്ചുള്ള ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും കോസ്റ്റൽ പോലീസിനും കേരള പോലീസിനും ജൂറിസ്ഡിക്ഷനുള്ള ഒരു സംവിധാനമാണത്. ആ ജൂറിസ്ഡിക്ഷനിൽ, അതായത് കപ്പൽ തകർന്ന് ഈ മാലിന്യങ്ങളെല്ലാം തന്നെ തീരത്തേക്ക് വരികയും തീരത്തുണ്ടായിരുന്ന ജീവിത വ്യവസ്ഥയെ അത് ബാധിക്കുന്ന രീതിയിൽ, അതായത് മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയെ തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ തീരത്ത് മാലിന്യങ്ങൾ കൊണ്ട് അടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത രീതിയിൽ അപകടകരമായ ഒരു പ്രവർത്തനം നടത്തി എന്നതുകൊണ്ട് ആ വിഷയത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് തീരത്തടിഞ്ഞ ഈ മാലിന്യങ്ങളും അത് സംബന്ധിച്ച പ്രശ്നങ്ങളും സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയും എല്ലാം തന്നെയാണ് ഈ വിഷയത്തിലെടുത്തിരിക്കുന്നത്. കപ്പൽ കമ്പനി 1-ാം പ്രതിയും അതുപോലെ തന്നെ മാസ്റ്റർ 2-ാം പ്രതിയുമായും അതുപോലെ തന്നെ ക്രൂ അംഗങ്ങളെല്ലാം തന്നെ വിവിധ ഘട്ടങ്ങളിൽ പ്രതികളുമായാണ് ആ കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്തിരിക്കുന്നത് തീരത്ത് വരുത്തിയിരിക്കുന്ന നാശവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ കപ്പൽ ഗതാഗതം സംബന്ധിച്ചുള്ള നടപടികൾ എടുക്കേണ്ടത് മെർക്കന്റൈൽ നിയമപ്രകാരമാണ്, മെർക്കന്റൈൽ മറീൻ ആക്റ്റുകൾ പ്രകാരമാണ്. അതൊരു കേന്ദ്ര ജൂറിസ്ഡിക്ഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു നിയമവ്യവസ്ഥയുമായതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കേസെടുക്കാനുള്ള സംവിധാനമാണ് ഇനി അടുത്ത നടപടിയായി ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ ആ റെസ്ക്യൂ ഓപ്പറേഷനാണ്, അതായത് നിലവിൽ ആ കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടം, അതായത് MSC എൽസ എന്ന് പറയുന്ന കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടം സംബന്ധിച്ച് കൃത്യമായ അസസ്മെൻറ്റ് നടത്തി തുടർന്നുള്ള നടപടികളിലേക്ക് മെർക്കന്റൈൽ മറീൻ നിയമങ്ങളുടെ പരിധിയിലുണ്ടായ തെറ്റുകുറ്റങ്ങളെ അല്ലെങ്കിൽ വീഴ്ചകൾ സംബന്ധിച്ച് നടപടി മറ്റൊരു രീതിയിലും, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടായ ആഘാതങ്ങൾ നമുക്കറിയാവുന്നതാണ്. വൻതോതിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം അടിയുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. അതിനകത്തുണ്ടായിരുന്ന കാൽഷ്യം, അതിനകത്തുണ്ടായിരുന്ന പൊട്ടിത്തെറിക്കുന്ന പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള മാരകമായ ചില കെമിക്കലുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കെമിക്കലുകളെല്ലാം തന്നെ കൃത്യമായി തീരത്തടിഞ്ഞേക്കാവുന്ന ഒരു ആശങ്ക സൃഷ്ടിച്ചു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് വാൻഖായ് 503 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടും ഇനിയിപ്പോൾ കേസ് വരാനുള്ള സാധ്യത ഉണ്ടല്ലേ?
തീർച്ചയായും കേസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത് തീരത്തേക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ തീർച്ചയായും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അവിടെയും കോസ്റ്റൽ പോലീസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായി. അത് 12 നോട്ടിക്കൽ മൈൽ പരിധിയിൽ, അതായത് തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ പരിധിയിൽ കേരള പോലീസിനും അതുപോലെ തന്നെ സംവിധാനങ്ങൾ, ഈ രാജ്യത്തെ സംവിധാനങ്ങൾക്കെല്ലാം തന്നെ ജൂറിസ്ഡിക്ഷനുള്ള രാജ്യത്തിനകത്തുള്ള ലാൻഡ് ഏരിയ പോലെ തന്നെയാണ് 12 നോട്ടിക്കൽ മൈലുള്ള സമുദ്ര പ്രദേശവും. ആ സമുദ്ര പ്രദേശത്തുണ്ടായ വിഷയം അവിടേക്ക് വന്ന ഒരു ആഘാതം ഉൾക്കടലിലുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി ഉണ്ടായി. ഈ ആഘാതം ഈ മേഖലയിൽ, അതായത് ജൂറിസ്ഡിക്ഷനുള്ള, അതായത് അധികാരപരിധിയുള്ള മേഖലയിൽ സൃഷ്ടിച്ചു വന്നതുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കോസ്റ്റൽ പോലീസിൻ്റെ അധികാരപരിധി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഈ കപ്പലുമായി ബന്ധപ്പെട്ട്, പുതിയ കത്തിയമർന്ന കപ്പലുമായി ബന്ധപ്പെട്ട് വിഷപ്പുകയും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും എല്ലാം തന്നെ തീരത്തേക്കടിയുക, അല്ലെങ്കിൽ 12 നോട്ടിക്കൽ മൈൽ പരിധിയിലേക്ക് ഈ വിഷപ്പുകയും വിഷാംശങ്ങളും എത്തുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയാണ് കോസ്റ്റൽ പോലീസിനുള്ളത്. മറ്റ് നടപടികൾ, അതായത് ഈ കപ്പൽ ഗതാഗതം സംബന്ധിച്ചോ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്രയും സ്ഫോടനാത്മക സ്വഭാവമുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുപോയത് സംബന്ധിച്ചോ എല്ലാം തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നെല്ലാം പരിശോധിക്കേണ്ടത് മറ്റ് നിയമങ്ങൾ പ്രകാരമാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച മധു പറഞ്ഞതുപോലെ തന്നെ ട്രൈനൈട്രോടോളുവിൻ ഉൾപ്പെടെയുള്ള മാരക സ്ഫോടനശേഷിയുള്ള ഒരു കെമിക്കലുകളെല്ലാം അതിനകത്തുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ട്രൈക്ലോറോ ബെൻസീൻ എന്നൊക്കെ പറയുന്ന മാരകമായ രാസവസ്തുക്കളുണ്ട്, കീടനാശിനിയായി ഉപയോഗിക്കുന്ന മാരക രാസവസ്തുക്കളെല്ലാം തന്നെയുണ്ട്, തീപിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളുണ്ട്, എക്സ്പ്ലോസീവായ വസ്തുക്കൾ തന്നെ കൃത്യമായി ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലേതെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ നിരീക്ഷണവും കേസെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് മറ്റു നിയമങ്ങൾ പ്രകാരമാണ്. നിലവിൽ തീരത്ത് അത് ഏൽപ്പിച്ച ആഘാതങ്ങൾ എന്തൊക്കെ, അതിന് കാരണമായ ഒരു അപകടം, അതുമായി ബന്ധപ്പെട്ടാണ് കേസെടുക്കുക. ഈ കോസ്റ്റൽ പോലീസിൻ്റെ അധികാരപരിധിയിൽ കേസെടുക്കാൻ സാധിക്കുന്നത്. ശ്രീ ഡോക്ടർ ജി, മധുവിനോടാണ്, നമുക്ക് മത്സ്യം കഴിക്കില്ല അല്ലെങ്കിൽ തൽക്കാലം മത്സ്യം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷേ ഈ മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗമാണ്, അവർക്ക് അവരുടെ തൊഴിലാണ് നിഷേധിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക? അത് ഏതായാലും ഈ ഒരു പ്രശ്നത്തിന് അത് കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ രാസവസ്തുക്കള് കലരുന്നൊരവസ്ഥ, കണ്ടെയ്നറുകൾ മറിഞ്ഞ് രാസവസ്തുക്കൾ കലരുന്നൊരവസ്ഥ വന്നാൽ അതിന്റെ ആ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാവുന്നതിന്, കാരണം ഇത് കടൽ വെള്ളത്തിൽ ഇത് കലർന്ന് അതിന്റെ കോൺസെൻട്രേഷൻ, ഗാഢത കുറഞ്ഞ് വരുന്നതിന് സമയമെടുക്കും. അപ്പോൾ നമുക്ക് അത്രയും ഒരു കാലം ഇത് മത്സ്യബന്ധനത്തെയും ഒക്കെ ബാധിക്കാം. അതിനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആഴക്കടൽ മത്സ്യബന്ധനത്തിലേക്കൊക്കെ പോകുന്ന കപ്പലുകൾക്ക്, അവർക്ക് ബോട്ടുകൾക്കൊക്കെ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. പിന്നീട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഏതായാലും അടുത്ത ഒരു 6 മാസം മുതൽ 1 വർഷം വരെ ഈ തീയൊക്കെ കെടുത്തി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വെള്ളത്തിന്റെ ഗുണനിലവാരം കാര്യമായിട്ട് പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടെ നമുക്ക് രൂപകൽപ്പന ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കലരുകയാണെങ്കിൽ അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട്, അത് എത്ര കാലം വരെ നീണ്ടു നിൽക്കും എന്ന് അത് പഠിക്കുന്നതിനുള്ള, കാരണം ഇത് ഒരു കടലായതുകൊണ്ട് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാറ്റിന്റെ ദിശയും അതുപോലെ കാറ്റിന്റെ വേഗത, തിരമാലകളുടെ അവയുടെ ഇന്റൻസിറ്റി, തീവ്രത, വേലിയേറ്റം, വേലിയിറക്കം, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ദീർഘകാലത്തെ, എനിക്ക് തോന്നുന്നത് ഒരു 6 മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ ഈ വാട്ടർ ക്വാളിറ്റി, ജലത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് പഠിക്കുക. അതുപോലെ ഇതിന്റെ ഈ രാസവസ്തുക്കൾ കലരുകയാണെങ്കിൽ അത് ഏത് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അത് കൃത്യമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഇല്ലാന്ന് ഉറപ്പുവരുത്തി മത്സ്യബന്ധനം അത് പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ജി, മധു, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് മത്സ്യം ഒഴിവാക്കിയുള്ള അടുക്കളകൾ ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മീൻ കഴിക്കാമോ, ഇതാണ് ഏവരുടെയും ആശങ്ക എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് എങ്കിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് അക്കാര്യത്തിലൊക്കെ ഒരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നല്ലേ? അതെ, ഏതായാലും നമുക്ക് കുറച്ച് കാത്തിരിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ ഇത് കടലില് കലർന്നിട്ടില്ല. അപ്പം ഇത് കടലിൽ കലരുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പഠനങ്ങൾ, അപ്പൊ അതിനുള്ള ഒരു സാധ്യത കൂടുതൽ വിലയിരുത്തി വേണം അങ്ങനെ ഒരു മുൻകരുതലുകൾ നമുക്ക് എടുക്കാം. അല്ലാതെ നമ്മളിനി
മത്സ്യം കഴിക്കേണ്ട എന്ന് നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് ഒട്ടും പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. അപ്പോ നമുക്ക് കുറച്ചുകൂടെ കാത്തിരുന്നിട്ട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിലയിരുത്തലായിരിക്കും നന്നായിരിക്കുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, തുടർച്ചയായി ഇങ്ങനെ കപ്പൽ അപകടങ്ങൾ നമുക്ക് ഒരു പുതുമയുള്ള കാര്യം തന്നെയാണ് ഈ കപ്പൽ അപകടം എന്നുള്ളതാണ്. ഈ കപ്പൽ അപകടം ഇങ്ങനെ രണ്ടാം വട്ടവും ഉണ്ടാകുമ്പോൾ അത് കടലിൻ്റെ ഒരു വ്യവസ്ഥേനെയൊക്കെ എങ്ങനെയൊക്കെയായിരിക്കും ബാധിക്കുക? അതെ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അപകടങ്ങൾ, കാരണം നമുക്കത് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു അപകടം ഉണ്ടായത് 2017 ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് മനസ്സിലാകുന്നു. പക്ഷെ അത് പിന്നീട് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഇതുപോലുള്ള അപകടങ്ങൾ നമ്മുടെ ആ ഒരു കോസ്റ്റൽ സോണിൽ, നമ്മുടെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളിലും അതിനടുത്തും എല്ലാം ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം ഏതായാലും ഇതിനെക്കുറിച്ച് ഈ ആഘാതങ്ങൾ ഉണ്ടാവുന്നത് ഇത് പരിസ്ഥിതിയെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഈ തീപിടുത്തം കൊണ്ടുപോലും പരിസ്ഥിതിയിൽ ആഘാതങ്ങൾ ഉണ്ടാവും. കാരണം നമ്മുടെ എയർ പൊള്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ട് അത് പിന്നീട് നമ്മുടെ അന്തരീക്ഷത്തിൽ അത് പെട്ടെന്ന് വ്യാപിക്കുന്നത് കൊണ്ട് അതിന്റെ ആഘാതം കുറയുമായിരിക്കും. എങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെട്ടെന്നുണ്ടാവുന്ന പരിസ്ഥിതി ആഘാതങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലേക്ക് മത്സ്യബന്ധന ബോട്ടുകൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് വരുന്ന സാമ്പത്തിക നഷ്ടം മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതെല്ലാമാണ് നമുക്ക് പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതെല്ലാം കരയിൽ എത്തുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് നോക്കുന്നത് വളരെ കുറച്ച് 70 നോട്ടിക്കൽ മൈലൊക്കെ അകലെ ആയതുകൊണ്ട് അത് കരയിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ കണ്ടെയ്നറുകൾ മറിഞ്ഞ് വെള്ളത്തിൽ കലരുകയാണെങ്കിൽ അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി അത് വിലയിരുത്തേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള ആഘാതങ്ങളാണ് ഈ കപ്പൽ അപകടങ്ങൾ കൊണ്ട് നമുക്ക് കൂടെ ഉണ്ടാവുന്ന അപകടങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിലും അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ ഉണ്ടാക്കുന്നത്. ശരി ഡോക്ടർ ജി മധു. ഐസൺ, നമുക്ക് ഒരേപോലെ മണ്ണിനും വെള്ളത്തിനുമൊക്കെ അപകടകരമായ ഒരു സാഹചര്യമാണ് നിലവിൽ. ഈ വിഷപ്പുക ഉയരുന്നുമുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വൈകുമെന്നും പറയുന്നു. എത്രത്തോളം പ്രതിസന്ധിയാണ് ഇത് മനുഷ്യ ജീവന് വരുത്തുന്നത് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വരുത്തുന്നത്? തീർച്ചയായും രാഖി, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഈ സംഭവങ്ങൾ കൊണ്ട്, അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, നാട്ടുകാർക്കിടയിൽ ഒരു ആശങ്ക ഇത്തരത്തിൽ ഈ മാലിന്യങ്ങളെല്ലാം കടൽ വെള്ളത്തിൽ കലർന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് കൃത്യമായ ഒരു ആശങ്ക ഉണ്ടാകുകയും അത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ മത്സ്യം പിടിച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് വിഷപ്പുകയാണ്. പല ഷെയ്ഡുകളിലും 3-4 നിറത്തിലുള്ള പുകയാണ് ഉയർന്നു വരുന്നത്. അത്രയും വൈവിധ്യങ്ങളാർന്ന കെമിക്കലെല്ലാം തന്നെ കത്തിയമർന്നുണ്ടാകുന്ന പുകയാണ് ഉയരുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുണ്ടാക്കുന്ന പാരിസ്ഥിതികാഘാതങ്ങൾ മറ്റൊരു വിഷയമായി വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ നേരത്തെ മധു സാർ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യം, വലിയൊരു അളവിലുള്ള ഉപ്പ് വെള്ളത്തിലാണ് ഇത് കലരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ വലിയ ആഘാതങ്ങളോ സൃഷ്ടിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് എന്നാണ് ശാസ്ത്രലോകം തന്നെ നിരീക്ഷിക്കുന്നത്. എങ്കിൽ കൂടി അത് വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും അത് മത്സ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റു സമുദ്രോൽപ്പന്നങ്ങളിലും കലരാനും അത് മനുഷ്യ ശരീരത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് ജീവികളിലേക്കൊക്കെ എത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രൈക്ലോറോബെൻസിൻ ഉൾപ്പെടെയുള്ള ചില കെമിക്കലുകളെല്ലാം തന്നെ അത്തരത്തിൽ മനുഷ്യ ശരീരത്തിൽ കൃത്യമായ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കാം. ഈ ആൽക്കഹോളുകളുടെ സാന്നിധ്യം വലിയ തോതിൽ ഈ മൈക്രോ ജീവികളെ, ചെറുജീവികളെ നശിപ്പിക്കാൻ, ബാക്ടീരിയ ഉൾപ്പെടെയുള്ള ചെറുജീവികളുടെ വലിയ നാശത്തിലേക്ക് ചെന്നെത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിലവിൽ ഇതൊരു വെല്ലുവിളിയായി ഉയർത്തുന്നുണ്ട്. എങ്കിൽ കൂടി അത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് തീരത്തു നിന്നും കുറേ അകലെയാണ് കപ്പലുള്ളത് എന്നതും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. രാഖി. ശരി ഐസൺ. നമുക്കിപ്പം ചേർന്നത് മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള, കുസാറ്റ് പരിസ്ഥിതി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജി മധു എന്നിവരാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ചർച്ചയോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.